ഹലോ, ഇതിൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കഴിഞ്ഞ സൺഡേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇൻട്രോ ഒക്കെ ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്തതാണ്. ഇതൊക്കെ യൂഷ്വൽ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് ഇത് ഹോളിഡേയ്സിലായിരുന്നു. 4 days ലീവ് ഉണ്ടായിരുന്നു ഇവിടെ ദുബായിൽ. ഞങ്ങൾ വലിയ പ്ലാൻസും പുറത്തു പോലെ അങ്ങനത്തെ പ്ലാൻസും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ദുബായിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങല്ലേ മാത്രമായിരുന്നു. ഇതുവരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സംസാരിക്കുക കാര്യങ്ങളോ ചെയ്തിട്ടില്ല. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് റിജി എന്നാണ്. ഇപ്പോൾ ഞാൻ ദുബായിലാണ്, ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. പെൻസിൽ ഡ്രോയിങ്ങും ചാർക്കോൾ ഡ്രോയിങ്ങും ഒക്കെയാണ് സാധാരണ ചെയ്യാറ്. അല്ലാത്ത മീഡിയംസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ അറിയുന്നത് ഇതാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഡ്രോയിങ്. അച്ഛനൊക്കെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അച്ഛനും ഏട്ടനൊക്കെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയ കഴിവായിരിക്കണം എന്നല്ല ആണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. വെറും 5 minutes ഉണ്ടാവുമെന്നേ തോന്നുള്ളൂ. എനിക്ക് അത്ര മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങൾ ലേറ്റായി എണീക്കാനൊക്കെ. അതുകൊണ്ട് പിന്നെ നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് കരാമയിലെ സിറ്റി മക്കാനി എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. അവിടുന്ന് ഷിബേട്ടൻ ഒരു ബീഫ് ബിരിയാണിയും ഞാനൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് ചിക്കൻ ബിരിയാണിനേക്കാളും ഇഷ്ടമായത് ബീഫ് ബിരിയാണി ആട്ടോ. ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഡേ ടു ഡേന്ന് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നെക്സ്റ്റോയിൽ പോയി കുറച്ച് ഗ്രോസറീസ് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്തു ഞങ്ങൾ നേരെ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. സൺസെറ്റിൻ്റെ ഒക്കെ ടൈമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണ്. പിന്നെ ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡാണ് ഇത്, ഷെയ്ഖ് സായിദ് റോഡ്. എനിക്കിതിലൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. 2 സൈഡ് ബിൽഡിങ്ങും ദുബായ് മ്യൂസിയം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ റോഡിലൂടെ പോകാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വഴി പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു ഷിബേൻ്റെ അടുത്ത്, ഷിബേറിന് ഇവിടുത്തെ വ്യൂ ആണോ അതോ നാട്ടിലത്തെ വ്യൂ ആണോ ഇഷ്ടം കേട്ടോ. ഇതായിരുന്നു ആളുടെ മറുപടി. പിന്നെ പോരുന്ന വഴിക്ക് ഞങ്ങൾ മാൾ ഓഫ് എമിറേറ്റ്സിൽ വന്ന് കയറി. അപ്പോൾ അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ലെറ്റോ കഫേ കണ്ടപ്പോൾ ആലിയഭട്ടിൻ്റെ ഒരു വൈറൽ മിൽക്ക് കേക്ക് കണ്ടായിരുന്നു ഞങ്ങൾ ലെറ്റോ കഫേയിൽ. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങളവിടെ കയറി. അവിടുത്തെ കേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കേക്കാണ് വാങ്ങേണ്ടതെന്നുള്ള ഡൗട്ടാവും നമുക്ക്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേക്ക്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ മെൽട്ടായി പോണ പോലുള്ള ഒരു കേക്കാണത്. ഒരു തവണയൊക്കെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് തന്നെയാണത്. ഇനി മെല്ലെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് ഞങ്ങൾ കാജുക്കുട്ടൻ എന്നും ഇവിടെ ചിത്രം വരയ്ക്കാൻ വരും കേട്ടോ. ഷിബേറിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. അവന് പെയിൻറ്റിങ് ചെയ്യാൻ നല്ല ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഓരോരോ പിക്ചേഴ്സ് വരയ്ക്കും. പിന്നെ എനിക്കൊരു വർക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിബേട്ടൻ 2 വീഡിയോ ഒക്കെ എടുത്തു തന്നു. വരയ്ക്കുന്നതും വീഡിയോ എടുക്കുന്നതും കൂടെ ആകുമ്പോൾ സമയം പെട്ടെന്ന് പോവും. അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആൾ പോയിട്ട് പിന്നെ നാഷണൽ ലീഗിൻ്റെ ഫൈനൽസ് ആയിരുന്നു അന്ന്. പോർച്ചുഗലിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു. അത് കട്ട ക്രിസ്റ്റ്യാനോ ഫാനാണ്. ഞാൻ ഫാനൊന്നുമില്ല, പക്ഷേ എനിക്ക് ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും ഗെയിംസ് ആയാലും ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനും എല്ലാം പോയിരുന്ന് കുറച്ച് നേരം കളിയൊക്കെ കണ്ടു. അപ്പോൾ കുറേ നേരം പോയിൻ്റ് സെയിം ലെവലിലായിരുന്നു. അങ്ങനെ അതിൻ്റെ സങ്കടം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് നേരമൊക്കെ. ലാസ്റ്റ് പെനാൽറ്റി ഷൂട്ടിൽ പോർച്ചുഗൽ ജയിച്ചു. അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 2 മണിയായി. പിന്നെ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ളോഗ്.